ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്ന് രാവിലെയാണ് ചെന്നൈയിൽ നിന്ന് വീട്ടിലെത്തിയത്. നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. കൊറോണയ്ക്ക് മുമ്പ് ഒരിക്കലാണ് ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയത്. ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ചില പേർക്ക് ആറ്റുകാൽ പൊങ്കാല എന്താണെന്ന് അറിയില്ലായിരിക്കും. ഞാൻ ഒരു കുറച്ച് ഇൻട്രോ പറയാം. നമ്മുടെ ശബരിമല എങ്ങനെയാണോ അതേപോലെ പെണ്ണുങ്ങളുടെ ക്ഷേത്രമാണ് ആറ്റുകാൽ. ട്രിവാൻഡ്രത്ത് ഉള്ളവരും കേരളത്തിലുള്ളവരും അവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അതുമാത്രമല്ല, ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് റെക്കോർഡ് നേടിയതാണ്. അറൗണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ പ്ലേസിൽ നിന്ന് വരുന്നത്, കന്യാകുമാരിയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ. അത്ര പവർഫുള്ളാണ് അമ്മയ്ക്ക്, അത്ര ശക്തിയുണ്ട്. സോ നാളെ ഞങ്ങൾ 3 മണിക്ക് പോകുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ കുറച്ചൊരു ഇൻട്രോ വീഡിയോ ആയിട്ട് എടുത്തു വെച്ചു. അപ്പം നാളെ ഇനി അവിടെ പോയിട്ട് വിശേഷം കാണാം. ഭയങ്കര തിരക്കുണ്ടാവും. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ അമ്മയാണെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആൻഡ് ഹാപ്പിയാണ്. അപ്പം നാളെ നമുക്ക് കാണാം. ബൈ. ഗുഡ് മോർണിംഗ്. സോ ഞങ്ങൾ കോവിലിൽ പോകാനായിട്ട് തിരിച്ചു. ഇപ്പോൾ ടൈം 3:45. സോ ഇവിടുന്ന് ട്രിവാൻഡ്രം പോകണം. ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോവാം. സ്റ്റേഷൻ വന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. ട്രെയിനിൽ പ്ലേസ് കിട്ടുമെന്ന് പോലും അറിയില്ല. സോ എല്ലാവരും ഉണ്ട്. നല്ല തിരക്കുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ നടന്ന് ചാലയിൽ പോകണം. ചാലയിൽ തന്നെയാണ് ഇടുന്നത്. ഓൾറെഡി തന്നെ ഇവിടെയൊക്കെ പ്ലേസ് ഫുള്ളായി. സോ അമ്മയൊക്കെ വെള്ളം എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. ഞാനിവിടെ ഇരിക്കുകയാണ്. സൗണ്ടിലൊന്നും കേൾക്കത്തില്ല, ഫുള്ള് സ്പീക്കർ വെച്ചിരിക്കുക. ഇപ്പം സമയം 6:30. ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. റോഡ് ഫുള്ളും തിരക്കാണ്. പിന്നെ അടുത്തൊരു അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഒരു ചട്ടി വാങ്ങാനുണ്ടായിരുന്നു. അതും വാങ്ങിയിട്ട് എത്തി. ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. 10:30ക്കാണ് പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുന്നത്. 10:30 അല്ലമ്മ, 10:30ക്കാണ്. പിന്നെ നിവേദ്യം അപ്പോൾ 1:30ക്കാണ് നിവേദ്യം. അപ്പോൾ എല്ലാം അവിടെ സെറ്റാക്കി വച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുക. വിശക്കുന്നുണ്ട്, ഒന്നും കഴിച്ചില്ല. ഇവിടെ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഫസ്റ്റ് ടൈമാണ് ഞാൻ പൊങ്കാല ഇടാൻ പോകുന്നത്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ പൊങ്കാല ഇട്ടിട്ടില്ല. പിന്നെ അടുത്ത് അങ്ങോട്ട് കുറച്ച് സ്ഥലത്തോട്ട് പോയി. പത്തേകാലാകാറായി. ഇപ്പോൾ ആറ്റുകാലിൽ പണ്ടാരടുപ്പിൽ തീ പകർത്തുന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യും പൊങ്കാല. ഫസ്റ്റ് ടൈം പൊങ്കാല ഇടുന്നത് കൊണ്ട് ഭയങ്കര പുകയായിരുന്നു. എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റിയില്ല. പിന്നെ നല്ല വെയിലും. ഇട്ടു. ഇനി ഫുഡ്
കഴിക്കാൻ പോകാം. മോർണിംഗ് തന്നെ ഒന്നും കഴിച്ചില്ല. സോ ഇവിടെ നല്ല ക്യൂ ഉണ്ട്. അതിന് പോയി ഫുഡ് വാങ്ങാം. 15-നാണ് പൊങ്കാല നൈവേദ്യ സമയം. അമ്മയുടെ തിരുമുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന പണ്ടാര അടുപ്പിൽ പാകമായിക്കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചി വെയിലത്ത് തല കറങ്ങി വീണു. ഒടുക്കത്തെ വെയിലാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ അടുത്തൊരു വീട്ടിൽ വന്നിരുന്നു. ഇനിയും ഒരു 30 മിനിറ്റ്സ് ഉണ്ട് നിവേദ്യത്തിന്. അപ്പോൾ ഇവിടെ കുറേ പേരുണ്ട് ഇവിടെ ഇരിക്കുക. ഇതാണ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടൈം 1:10 1:15 നിവേദ്യം. പിന്നെ ഇവിടുന്ന് ട്രെയിനിലാണ് പോകേണ്ടത്. ഭയങ്കര തിരക്കായിരിക്കും, ഹെവി ക്രൗഡായിരിക്കും. അവിടെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ അറ്റ്ലാസ്റ്റ് വീട്ടിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര തിരക്കായിരുന്നു. കയറൊക്കെ കെട്ടിയായിരുന്നു നമ്മളെ വിട്ടത്. അവിടെ സ്ട്രക്കായി, ഇവിടെ സ്ട്രക്കായി, ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ ചെന്നൈയിൽ എയർ ഷോ പോയതാണ് ഓർമ്മ വന്നത്. നല്ല വെയിലും നല്ല തിരക്കുമായിരുന്നു. ബട്ട് മോർണിംഗ് കുഴപ്പമില്ലാണ്ട് പോയി. ബട്ട് ഈവനിങ് ഇച്ചിരി കഷ്ടപ്പെട്ടു. എന്നാലും ബട്ട് ഇതെൻ്റെ ഫസ്റ്റ് ടൈമായിരുന്നു ഞാൻ പൊങ്കാല ഇട്ടത്. ഞാൻ ഭയങ്കര ഹാപ്പിയുമാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടയേർഡുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.